നമസ്കാരം. പാമ്പൻ്റെ ഗീത 13-ാം ദിവസം. എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയുടെ അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 8-ാമത്തെ ശ്ലോകം. നമുക്ക് ശ്ലോകം നോക്കാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിർ ജയദ്രഥഃ. നമ്മുടെ ചില ഭഗവത്ഗീതയുടെ പകർപ്പുകളിൽ, വെർഷനുകളിൽ, പ്രത്യേകിച്ച് സ്വാമി ചിന്മയാനന്ദജിയൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങളിൽ ഈ 4-ാമത്തെ വരിക്ക് അത് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. സൗമദത്തിർ ജയദ്രഥഃ എന്നുള്ളതിന് പകരം സൗമദത്തിസ്തദൈവച എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ പറഞ്ഞ വരിയുടെ അർത്ഥം സൗമദത്തിയും ജയദ്രഥനും എന്നാണ്. രണ്ടാമത് ഈ പറഞ്ഞ വരിയുടെ അർത്ഥം സൗമദത്തിയും അതേപോലെ അപ്രകാരമുള്ള മറ്റ് പലരും മുതലായവരും തുടങ്ങിയവരും എന്നാണ്. ജയദ്രഥൻ്റെ പേര് അവിടെ പരാമർശിക്കുന്നില്ല. വളരെ ചെറിയൊരു വ്യത്യാസമാണ്. ചിലപ്പം നമ്മുടെയൊക്കെ കയ്യിരിക്കുന്ന ഭഗവത്ഗീതയുടെ ചില പതിപ്പുകളിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. അപ്പം നമുക്കതിൻ്റെ കൂടുതൽ അർത്ഥങ്ങൾ എന്താണ് അതിലേക്ക് പോകാം. പാണ്ഡവർഷത്തെ പ്രമുഖരെക്കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ 3 ശ്ലോകങ്ങളിലായിട്ട് ദുര്യോധനൻ ദ്രോണാചാര്യരോട് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്, വിവരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇനി നമ്മുടെ പക്ഷത്തെ എൻ്റെ സൈന്യത്തിലെ പ്രധാനികളെ ഞാൻ അങ്ങേക്ക് പരിചയപ്പെടുത്താം എന്ന് ദുര്യോധനൻ തൊട്ടു മുമ്പുള്ള 7-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 8-ാമത്തെ ഈ ശ്ലോകത്തിൽ ദുര്യോധനൻ അത് തന്നെയാണ് ചെയ്യുന്നത്. തൻ്റെ പക്ഷത്തുള്ള, കൗരവ പക്ഷത്തുള്ള ഏതൊക്കെ യോദ്ധാക്കളെയാണ് ദുര്യോധനൻ പ്രത്യേകമായി കണ്ട് പരാമർശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വെറുതെ ചില പേരുകൾ പറയുകയല്ല ദുര്യോധനൻ ചെയ്യുന്നത്. ആ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ക്രമത്തിൽ, ആ ഓർഡറിൽ തന്നെയാണ് ദുര്യോധനൻ അപ്രകാരം ചെയ്യുന്നത് എന്നാണ് പണ്ഡിതമതം. പണ്ഡിതന്മാർ അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. ആദ്യമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്, അദ്ദേഹം ആരോടാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വ്യക്തി ദ്രോണാചാര്യരെ തന്നെയാണ്. അപ്പം ഇരുപക്ഷത്തെയും നിരവധിയായിട്ടുള്ള യോദ്ധാക്കളുടെ ആചാര്യനാണ് ദ്രോണാചാര്യർ. അപ്പം അദ്ദേഹം എന്തായാലും ഈ കൗരവ പക്ഷത്തെ പ്രഥമ സ്ഥാനം അദ്ദേഹം തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈഗോയെ, ആ അഹന്തയെ ഒന്ന് സംരക്ഷിക്കുക, ഒന്ന് ഉയർത്തി നിർത്തുക, ഈഗോയെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിർത്തുക, അതാണ് ദുര്യോധനൻ അവിടെ ചെയ്യുന്നത്. ഈ 1-ാം സ്ഥാനം നൽകിക്കൊണ്ട് അതാണ് ദുര്യോധനൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാണ്ഡവരുടെയും കൂടി ആചാര്യരാണ് ദ്രോണാചാര്യർ. അതേസമയം പാണ്ഡവരുടെ ഭാര്യാപിതാവായ ദ്രുപദൻ്റെ ബദ്ധശത്രുവാണ്. അതുപോലെ തന്നെ പാണ്ഡവരുടെ സർവ്വസൈന്യാധിപനായ ധൃഷ്ടദ്യുമ്നൻ്റെയും ശത്രുവാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും അദ്ദേഹത്തെ തൻ്റെ പക്ഷത്ത്, കൗരവപക്ഷത്ത് നേതൃസ്ഥാനവും 1-ാം സ്ഥാനവും ആ പദവിയും ഒക്കെ നൽകി, അത് കൽപ്പിച്ച് നൽകി ഉറപ്പിച്ച് നിർത്തണം. ഇതാണ് ദുര്യോധനൻ്റെ ഉദ്ദേശം. രണ്ടാമതായിട്ട് ദുര്യോധനൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള, ആദരണീയനായിട്ടുള്ള, കൗരവരുടെയും പാണ്ഡവരുടെയും ഒരേപോലെ അവരെല്ലാം പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കുന്ന, മഹാഭാരത ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വത്തിനുടമയായ ഭീഷ്മ പിതാമഹനെയാണ്. പാണ്ഡുവിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹമാണ് രാജ്യം ഭരിച്ചിരുന്നത്. കൗരവർക്കും പാണ്ഡവർക്കും വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചിരുന്നത്. പാണ്ഡവർക്ക് പാതി രാജ്യം നൽകണം എന്നുള്ള ആ തീരുമാനം പോലും ഭീഷ്മരുടെ ഒരു നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു യുദ്ധമുണ്ടായാൽ അതിൻ്റെ അനന്തരഫലം എന്താകും എന്ന് അറിയാത്ത ആളല്ല ഭീഷ്മർ. കൗരവർ പരാജയപ്പെടുമെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? ധൃതരാഷ്ട്രരോടുള്ള ആ ഒരു കൂറിൻ്റെയും വിശ്വസ്തതയുടെയും പേരിലാണ്. അപ്പോൾ മറ്റൊരു നിവൃത്തിയുമില്ലാതെ നിസ്സഹായനായിട്ട്, നിസ്സഹായ അവസ്ഥയിലാണ് ഭീഷ്മർ കൗരവപക്ഷത്ത് നിലയുറപ്പിക്കാൻ നിർബന്ധിതനായത് എന്നതാണ് സത്യം. അടുത്തത് വില്ലാളി വീരനായ കർണനാണ്. കർണനും അർജുനനും നമുക്കറിയാം, ആയോധന വിദ്യയിലെ സാമർഥ്യത്തിലും നൈപുണ്യത്തിലും സമന്മാരാണ്. ആരേക്കാൾ മിടുക്കൻ എന്ന് പറയാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ എപ്പോഴും ഒരു മാത്സര്യമുണ്ട്, ഒരു മത്സര ബുദ്ധിയുണ്ട്.
പരസ്പരം അവർ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയുണ്ട്. പരമ്പരാഗത ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ അർജുനനെയും കർണനെയും നമുക്ക് വിശേഷിപ്പിക്കാം. ഒരിക്കലും അവർക്ക് ഒന്ന് ചേർന്ന് പോകാൻ സാധിക്കാത്ത രീതിയിൽ അവർ പരസ്പരം അകന്നിരിക്കുകയാണ്. അവർ തമ്മിലുള്ള അകൽച്ച അത്രമാത്രം വലുതാണ്. അവർക്കിടയിൽ ഒരു സ്പർദ്ധയുണ്ടെന്ന് തന്നെ പറയാം. ഒരാൾക്ക് മറ്റൊരാളോട് സ്പർദ്ധയാണ്. അത് ഈ ഒരു വികാരം വളർന്ന് വന്നിട്ട്. അപ്പോൾ അർജുനൻ എവിടെയുണ്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് എതിർപക്ഷത്ത് മാത്രമേ കർണന് നിലയുറപ്പിക്കാനാവൂ. അങ്ങനെ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ്. വാസ്തവത്തിൽ അർജുനൻ്റെ അർദ്ധ സഹോദരൻ കസിൻ ആണ് കർണൻ. അതായത് അർജുനൻ്റെ അമ്മ കുന്തി അർജുനൻ്റെ പിതാവായ പാണ്ഡുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കുന്തിക്കുണ്ടായ മകനാണ് കർണൻ. എങ്കിലും ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ എതിർവശത്താണ്. അപ്പോൾ നമ്മൾ 3 പേരെ കുറിച്ച് പറഞ്ഞു. ദ്രോണാചാര്യർ, ഭീഷ്മ പിതാമഹൻ, മൂന്നാമതായി കർണൻ, നാലാമതായി ആരെയാണ് ദുര്യോധനൻ ചൂണ്ടിക്കാണിക്കുന്നത്? കൃപാചാര്യരെയാണ്. ആരായിരുന്നു കൃപാചാര്യർ? അദ്ദേഹം കൗരവരുടെ രാജധാനിയിലെ ആ രാജസഭയിലെ മുഖ്യ പുരോഹിതനായിരുന്നു. മാത്രമല്ല അദ്ദേഹം കൗരവരുടെയും പാണ്ഡവരുടെയും അധ്യാപകനായിരുന്നു. ആ ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലുമൊക്കെ അവരെ വിദ്യ അഭ്യസിപ്പിച്ചത്, ബാലപാഠങ്ങൾ തന്നെ ചൊല്ലിക്കൊടുത്ത അധ്യാപകനാണ് കൃപാചാര്യർ. മാത്രമല്ല ഈ കൃപാചാര്യരും ദ്രോണാചാര്യരും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. എന്താണത്? ശ്യാലന്മാരാണ്. നമ്മുടെയൊക്കെ ഭാഷയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ അളിയന്മാരാണ്. ഇപ്പോൾ കൃപാചാര്യരുടെ സഹോദരിയുടെ പേരാണ് കൃപി. ഈ കൃപിയെയാണ് ദ്രോണാചാര്യർ വിവാഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അതായത് കൃപാചാര്യരുടെ സഹോദരിയാണ് ദ്രോണാചാര്യരുടെ ഭാര്യ. കൃപാചാര്യരുടെ പ്രത്യേകത, അദ്ദേഹം മരണമില്ലാത്തവനായിരുന്നു, അനശ്വരനായിരുന്നു, അമരനായിരുന്നു, ചിരഞ്ജീവിയായിരുന്നു. അദ്ദേഹം കലിയുഗത്തിൻ്റെ അവസാനം വരെയും അദ്ദേഹം മരണമില്ലാതെ അനശ്വരനായി ജീവിച്ചിരിക്കും എന്നാണ് വിശ്വാസം. ഇത് ഇദ്ദേഹത്തിന് ഏതെങ്കിലും വരം ലഭിച്ച് കിട്ടിയ ഒരു സിദ്ധിയല്ല. ധർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ അങ്ങേറ്റത്തെ പ്രതിബദ്ധതയോടുകൂടി അചഞ്ചലനായി യാതൊരു ചാഞ്ചല്യവുമില്ലാതെ നിലകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹത്തിന് ഭഗവാൻ മഹാവിഷ്ണു കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ പദവിയാണ് ഈ ചിരഞ്ജീവി എന്നുള്ളത്. അപ്പോൾ ഭീഷ്മരുടെ പിതാവായ ശന്തനു തന്നെയാണ് ഇദ്ദേഹത്തെയും വളർത്തിയത്. പക്ഷെ അദ്ദേഹം കൗരവർക്ക് വേണ്ടി പൊരുതുമ്പോഴും കൃപാചാര്യരുടെ പ്രത്യേകത, അദ്ദേഹം നിഷ്പക്ഷനായിരുന്നു. അദ്ദേഹം ചില ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം എല്ലാ പ്രവൃത്തിയിലും നിഷ്പക്ഷനായിരുന്നു. കൗരവർ ചെയ്തിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ദുഷ്പ്രവൃത്തികളെയും അദ്ദേഹം ഒരു രീതിയിലും അദ്ദേഹം അനുകൂലിച്ചിട്ടില്ല. അച്ചടക്കവും ധാർമ്മികതയും നിഷ്പക്ഷതയും കൈമുതലായിരുന്നു കൃപാചാര്യർക്ക്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്രകൾ. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും ഉപദേശകനായിരുന്നു, മാർഗദർശിയായിരുന്നു. അപ്പോൾ കൃപാചാര്യർ പിൽക്കാലത്ത് സപ്തർഷികൾ 7 മഹർഷികളിൽ ഒരാളായി തീരുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. കൃപാചാര്യർക്കും ശേഷം ദുര്യോധനൻ ഏറ്റവും അധികം പ്രാധാന്യം നൽകി സൂചിപ്പിക്കുന്ന പേര് അശ്വത്ഥാമാവ് ആണ്. അശ്വത്ഥമാവിനെ വിശേഷിപ്പിക്കുന്നത് സമിതിഞ്ജയ എന്നാണ്. സമിതിഞ്ജയ എന്നുള്ള വാക്കാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ശ്ലോകത്തിൽ നമുക്കൊക്കെ അറിയാൻ വയ്യാത്തൊരു വാക്കെന്ന് പറയാനൊക്കെ. അതിൻ്റെ അർത്ഥം യുദ്ധവിജയി എന്നാണ്. പക്ഷേ ഭഗവത്ഗീതയുടെ ചില വ്യാഖ്യാനങ്ങളിൽ ഈ സമിതിഞ്ജയ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് കൃപാചാര്യരെയാണ് എന്നും പറയുന്നുണ്ട്. അത് ഞാൻ പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും അറിവിലേക്കായിട്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനൊരു ചെറിയൊരു വ്യത്യാസം പല പുസ്തകങ്ങളിലും കാണുന്നുണ്ട്. ചിലർ പറയുന്നത് സമിതിഞ്ജയ യുദ്ധവിജയി എന്ന് പറയുന്നത് അശ്വത്ഥാമാവിനെയാണെന്ന് പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നത് അത് കൃപാചാര്യരെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നു. അശ്വത്ഥാമാവ് ആരായിരുന്നു? സാക്ഷാൽ ദ്രോണാചാര്യരുടെ മകനാണ്. അതേസമയം ദുര്യോധനൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ മകന് ദുര്യോധനൻ നൽകുന്ന ഈ പ്രത്യേകമായിട്ടുള്ള ഈ പരിഗണന, ഈ പരിലാളന, അദ്ദേഹത്തിന് കൽപ്പിച്ച് നൽകുന്ന ഈ പ്രമുഖമായ സ്ഥാനം ദ്രോണാചാര്യരെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. അദ്ദേഹം ഇത് കേട്ടിട്ട് സന്തോഷവാനാകും എന്നുള്ളത് ഉറപ്പാണ്. മകനെപ്പറ്റി ഇത്ര നല്ല വാക്കുകൾ, മകന് വലിയ സ്ഥാനമൊക്കെ കൽപ്പിച്ച് നൽകിയാൽ ഏതൊരച്ഛനും അതിൽ സന്തോഷമാകും. അതുതന്നെയാണ് ദുര്യോധനൻ്റെ ഉദ്ദേശവും. മനഃപൂർവ്വമാണ് ദുര്യോധനൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ അശ്വത്ഥാമാവ് തുടർന്നുണ്ടായ കുരുക്ഷേത്ര യുദ്ധത്തിൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മർമ്മപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു യോദ്ധാവാണ്. ഈ അശ്വത്ഥാമാവിൻ്റെ പ്രത്യേകത, അദ്ദേഹവും ചിരഞ്ജീവിയാണ്. അദ്ദേഹത്തിനും മരണമില്ല. നമുക്കറിയാം കൃപാചാര്യരെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ചിരഞ്ജീവിയാണ്, മരണമില്ല എന്ന് പറഞ്ഞു. അശ്വത്ഥാമാവും അങ്ങനെ തന്നെയാണ്.
കൃപാചാര്യർക്കൊരു അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഈ ഒരു പദവി കിട്ടിയതെങ്കിൽ അശ്വത്ഥാമാവിന് മരണമില്ലാതെ കഴിയേണ്ടി വരുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ശാപം മൂലമാണ്. എന്താണ്? യുദ്ധത്തിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള പാപകർമ്മങ്ങളുടെ പേരിൽ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തെ ശപിക്കുകയാണ്. നിനക്ക് മരണമില്ലാതായി പോകട്ടെ എന്ന് പറയും. പാണ്ഡവ വംശത്തെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് വ്രതമായിട്ടെടുത്ത അശ്വത്ഥാമാവ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധനൻ കൊല്ലപ്പെട്ടതിന് ശേഷവും ഒരു ബ്രഹ്മാസ്ത്രം കൊണ്ട് പാണ്ഡവപക്ഷത്തെ നശിപ്പിക്കാനായി, ഇല്ലാതാക്കാനായി, ഉന്മൂലനാശം ചെയ്യാനായിട്ട് ബ്രഹ്മാസ്ത്രം തൊടുത്തു വിടുകയാണ്. അപ്പോൾ അർജുനൻ തിരിച്ച് മറ്റൊരു അസ്ത്രം വിട്ട് അതിനെ തടുക്കുകയും അതിനെ നിർവീര്യമാക്കുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം അർജുനൻ്റെ ഗർഭിണിയായിട്ടുള്ള മരുമകൾ ഉത്തരയായിരുന്നു. ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്നൊരു കുഞ്ഞ് ജനിച്ചിട്ട് പോലും ഇനി പാണ്ഡവ വംശത്തിൽ ഒരാളുണ്ടാവരുത്, അത്രമാത്രം ആ വംശം ഇതോടുകൂടി നശിച്ചു പോകണം. അതാണ് ഗർഭിണിയായിട്ടുള്ള ഉത്തരയെ ലക്ഷ്യമാക്കിയിട്ട് ഈ ക്രൂരമായ അധമമായ നീചപ്രവൃത്തി അശ്വത്ഥാമാവ് ചെയ്തത്. അത് നടന്നില്ല. പക്ഷേ ഗർഭിണിയായ ഉത്തരയെ വധിക്കാൻ ശ്രമിക്കുന്ന യുദ്ധത്തിൻ്റെ നൈതികതയ്ക്ക് തന്നെ ചേരാത്തൊരു കാര്യമാണ്, അനുയോജ്യമല്ലാത്ത കാര്യമാണ്. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഇദ്ദേഹത്തെ കടുത്ത ശാപത്താൽ ശിക്ഷ നൽകുകയാണ് അശ്വത്ഥാമാവിന്. അശ്വത്ഥാമന് ശേഷം ആറാമതായിട്ട് കൗരവപക്ഷത്തു നിന്നും ദുര്യോധനൻ പരാമർശിക്കുന്നത് വികർണനെക്കുറിച്ചാണ്. വികർണൻ എന്ന് പറയുന്നത് ധൃതരാഷ്ട്ര മകൻ തന്നെയാണ്, അതായത് ദുര്യോധനൻ്റെ സഹോദരൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഈ കൗരവന്മാർക്ക് പ്രത്യേകിച്ച് ദുര്യോധനനും ദുശാസനും ഒക്കെ അവരിൽ നിന്നൊക്കെ ഇദ്ദേഹത്തെ വികർണനെ വ്യത്യസ്തമാക്കുന്ന ഒരു ക്വാളിറ്റി എന്താണ്? നല്ല നീതിബോധമുള്ള വ്യക്തിയാണ്, നല്ല പ്രതികരണശേഷിയുള്ള വ്യക്തിയാണ്. അത് ഒരു പ്രാവശ്യം എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അതായത് കൗരവ സഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും കൈകൊട്ടിച്ചിരിക്കുകയും സന്തോഷിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ആർത്തുല്ലസിക്കുകയും ഒക്കെ ചെയ്ത് ആ അധമമായ നീചപ്രവൃത്തി ആസ്വദിക്കുകയും പാഞ്ചാലിയെ, ദ്രൗപദിയെ പരസ്യമായിട്ട് ആ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ കൗരവപക്ഷത്തു നിന്നും ഒരേ ഒരു വ്യക്തി വികർണൻ മാത്രമാണ് അതിനെ ന്യായീകരിക്കാതെ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്തത്. മികവുറ്റ ഒരു യോദ്ധാവ് കൂടിയാണ് വികർണൻ. അപ്പോൾ സഹോദരന്മാരോടുള്ള കടമ നിർവഹിക്കാനായിട്ട് കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചു അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ നേർക്ക് നേർ നടന്ന മുഖാമുഖം നടന്ന യുദ്ധത്തിൽ ഭീമനാണ് വികർണനെ വധിക്കുന്നത്. അപ്പോൾ കൗരവരുടെ കുടിലതയെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുകയും പാഞ്ചാലിയുടെ മാനത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വികർണനെ വധിക്കുവാൻ ഭീമൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹമേ ഇല്ലായിരുന്നു. പക്ഷേ യുദ്ധമാണ്, എന്താണ് ചെയ്യുക? നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായിട്ട് വാസ്തവത്തിൽ ഭീമസേനൻ ശ്രമിച്ചു. അതേ മാറി നിൽക്കാമോ, എന്ന് വികർണനോട് ചോദിച്ചതാണ്. എൻ്റെ നേരെ വരാതെ ഒന്ന് മാറി നിൽക്കാമോ എന്ന് ചോദിച്ചാണ്. പക്ഷേ വികർണൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിന് അറിയായിരുന്നു തോൽക്കുമെന്ന്, അദ്ദേഹത്തിന് അറിയായിരുന്നു മരിക്കുമെന്ന്. എങ്കിലും സഹോദരന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത് തൻ്റെ ധർമ്മമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ വികർണനെ ഭീമസേനനെ വധിക്കേണ്ടി വന്നപ്പം അദ്ദേഹത്തിന് അങ്ങേറ്റത്തെ വേദനയും കുറ്റബോധവും ഉണ്ടായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു, കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാണ് പറയുന്നത്. വികർണൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തതുപോലും ഭീമനാണെന്ന് ചില കഥകളിൽ പറയുന്നുണ്ട്. ഇനി പറയുന്നത് സൗമദത്തിയെക്കുറിച്ചാണ്. സൗമദത്തി എന്ന് പറഞ്ഞാൽ സോമദത്തൻ എന്ന രാജാവിൻ്റെ മകൻ. അതുകൊണ്ടാണ് സൗമദത്തി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ സൗമദത്തി എന്നൊരു പേരില്ല. സോമദത്തൻ്റെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് സൗമദത്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ശരിക്കുള്ള പേര് ഭൂരിശ്രവസ് എന്നാണ്. ഭൂരിശ്രവസ്. അദ്ദേഹം എങ്ങനെയാണ് കൗരവപക്ഷത്ത് വന്നത്? ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ സോമദത്തൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത ശത്രുവാണ് പാണ്ഡവപക്ഷത്തുള്ള സാത്യകി. നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ സാത്യകയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് യുയുധാനൻ യുയുധാനോ വിരാടശ്ച എന്നുള്ള ശ്ലോകം നോക്കിയാൽ മതി, അന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ യുയുധാനൻ എന്ന് പറയുന്ന ആ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ പരമ്പരാഗത ശത്രുവാണ്. അപ്പോൾ ഈ സാത്യകി പാണ്ഡവപക്ഷത്ത് പോയി ചേർന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ അതിൻ്റെ എതിർവശത്ത് കൗരവപക്ഷത്ത് തന്നെ. ഈ സാത്യകി അഥവാ യുയുധാനൻ എവിടെ നിൽക്കുന്നോ അതിൻ്റെ എതിർവശത്ത് തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ. അങ്ങനെയാണ് ഈ സൗമദത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഭൂരിശ്രവസ്, അദ്ദേഹം കൗരവപക്ഷത്ത് വന്നത്. അങ്ങനെയുള്ള ഭൂരിശ്രവസിനെയും
ദുര്യോധനൻ ഒരു വലിയ യോദ്ധാവ് എന്ന് എടുത്തു പറയുന്നുണ്ട്. അവസാനമായിട്ട് അദ്ദേഹം പേര് പരാമർശിക്കുന്നത് ജയദ്രഥൻ്റേതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില ഗീതയുടെ പതിപ്പുകൾ ജയദ്രഥൻ്റെ പേരില്ല, അതിന് പകരം തുടങ്ങിയവർ എന്ന് പറഞ്ഞങ്ങ് പോവുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ജയദ്രഥൻ ആരാണെന്ന് നമുക്ക് നോക്കാം. കൗരവർക്ക് അറിയാം, നമുക്ക് 101 പേരാണ്. 100 കൗരവർക്ക് ഒരേ ഒരു സിസ്റ്ററാണ്, പെങ്ങളാണ്, സഹോദരിയാണ്. അവരുടെ പേരാണ് ദുശ്ശള. ഈ ദുശ്ശളയുടെ ഭർത്താവാണ് ജയദ്രഥൻ. അതായത് ഈ 100 കൗരവന്മാരുടെയും അളിയനാണ്, പൊന്നളിയനാണ് ജയദ്രഥൻ. അപ്പോൾ ഈ ജയദ്രഥൻ സിന്ധു രാജാവിൻ്റെ മകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? സകല അധാർമികമായിട്ടുള്ള ദുഷ്പ്രവൃത്തികളും നീചപ്രവൃത്തികളും ചെയ്യുന്നതിനകത്ത് യാതൊരു മടിയുമില്ലാത്ത ഒരു 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 കശ്മലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ജയദ്രഥൻ. ആ പാണ്ഡവരുടെ വനവാസ കാലത്ത് ഈ പാഞ്ചാലി ഇദ്ദേഹം അപഹരിക്കാനായിട്ട് ഒരുങ്ങി എന്ന് പറയുന്നത്. അദ്ദേഹം കാമാർത്ഥനായിട്ട് കാമാന്തതയോടുകൂടി ദ്രൗപദിയെ മോഹിച്ചിട്ട് ദ്രൗപദിയെ അവിടുന്ന് അപഹരിക്കാൻ ശ്രമിച്ച ഒരാളാണ് ജയദ്രഥൻ എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹത്തെ കൊല്ലാൻ പിടിച്ചതാണ്. പാണ്ഡവന്മാർ അദ്ദേഹത്തെ കൊല്ലാനായിട്ട് നോക്കിയതാണ്. പക്ഷേ ദുശ്ശളയുടെ ഭർത്താവാണ്, ആകപ്പാടെ എല്ലാവരും കൂടെയുള്ള സഹോദരിയാണ്, അവർ വിധവയായി പോകണ്ട, ദുശ്ശളയുടെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചില പരിക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് വെറുതെ പറഞ്ഞു വിടുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വലിയൊരു പങ്കെന്ന് പറഞ്ഞാൽ അഭിമന്യു ചക്രവ്യൂഹത്തിനകത്ത് അകപ്പെട്ടപ്പോൾ അഭിമന്യുവിന് പുറത്തേക്ക് കടക്കാനൊക്കാത്ത രീതിയിലുള്ള പ്രതിരോധം തീർത്തത് ഈ ജയദ്രഥനാണ്. മാത്രമല്ല അഭിമന്യുവിനെ രക്ഷിക്കാനായിട്ട് പാണ്ഡവന്മാർക്ക് ഈ ചക്രവ്യൂഹത്തിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിയാതെ അവരെ തടഞ്ഞു നിർത്തി, അവരെ വഴി മുടക്കി അവരെ തടഞ്ഞതും ജയദ്രഥൻ്റെ ബുദ്ധിയും തന്ത്രങ്ങളും ആയിരുന്നു. അവസാനം എന്താണ് സംഭവിച്ചത്? പ്രതികാര ദാഹം മൂത്ത് അയാളെ കൊല്ലാൻ തന്നെ അർജുനൻ ശപഥമെടുക്കും. ശപഥമെടുത്ത ശേഷം ഈ ഭഗവാൻ ഇയൊക്കെ മറ്റു ചില വരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. ഞാൻ ആ കഥയിലേക്ക് ഇതിന് പോകുന്നില്ല. ഭഗവാൻ കൃഷ്ണൻ അർജുനനെ പ്രത്യേകമായിട്ട് സഹായിച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ജയദ്രഥനെ യുദ്ധഭൂമിയിൽ അർജുനൻ ജയദ്രഥനെ വധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമുക്കൊന്നുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരെയൊക്കെയാണ്? ആദ്യം ദ്രോണാചാര്യർ, രണ്ടാമത് ഭീഷ്മ പിതാമഹൻ, മൂന്നാമതായിട്ട് കൃപാചാര്യർ, അതിനുശേഷം അശ്വത്ഥാമാവ്, പിന്നെ വികർണൻ, സൗമദത്തി അഥവാ ഭൂരിശ്രവസ്, അവസാനമായിട്ട് ജയദ്രഥൻ. ഞാൻ വികർണൻ്റെ പേര് പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്, വികർണൻ. ഇപ്പം ഇത്രയും പേരെയാണ് നമ്മൾ ദുര്യോധനൻ ദ്രോണാചാര്യരോട് എൻ്റെ പക്ഷത്തെ പ്രധാനികൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 9ാമത്തെ ശ്ലോകം മുതലാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ 8ാമത്തെ ശ്ലോകം വരേക്കും നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമ്മൾ ഓരോരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ട് വരികയാണ്. ആദ്യം ധൃതരാഷ്ട്ര, സഞ്ജയൻ, അതിനുശേഷം ഇങ്ങനെ ദുര്യോധനൻ രംഗപ്രവേശം ചെയ്യുന്നു, ദ്രോണാചാര്യരുമായിട്ട് സംസാരിക്കുന്നു. പിന്നെ ദ്രോണാചാര്യരോട് തൻ്റെ എതിർപക്ഷത്തെ പാണ്ഡവപക്ഷത്തെ പ്രമുഖരെക്കുറിച്ച്, പ്രധാനികളെക്കുറിച്ച് ദുര്യോധനൻ പറയുന്നു. പിന്നെ ഇനി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി നമ്മുടെ പക്ഷത്തെ പ്രധാനികളെ പറ്റി പറയാമെന്ന് പറഞ്ഞു. ഇന്നത്തെ 8ാമത്തെ ശ്ലോകത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറഞ്ഞു. അപ്പോൾ ഇതുവരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി 8ാമത്തെ ശ്ലോകം നമ്മുടെ എല്ലാം കയ്യിലുള്ള ഭഗവത്ഗീത എടുത്ത് കയ്യിൽ വെക്കുക. നമുക്ക് ഒരുമിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. അർത്ഥമറിഞ്ഞ് നമ്മളിത് വായിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ, ഇത് ചൊല്ലുമ്പോൾ ഇത് വളരെ എളുപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതുവരെ 8 ശ്ലോകമായി. അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പം 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളൊന്ന് വായിച്ച് ഹൃദിസ്ഥമാക്കുന്നതും നല്ലതായിരിക്കും. ഇപ്പോൾ ശ്ലോകം 8ലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർ ജയദ്രഥഃ. നന്ദി, നമസ്കാരം.